കുഴപ്പമുണ്ടായിരുന്നില്ലേ? പെട്ടെന്ന് അമ്മ ഏട്ടനേട്ടത്തിന്റെ വാക്കുണ്ടായിരുന്നു. അമ്മയ്ക്ക് ചെയ്താൽ സാധാരണ അങ്ങനെയല്ല. മാലയിട്ട് വളർത്തിട്ടെങ്കിൽ പിന്നെ അതൊക്കെ കിട്ടണം എന്നോടെ. ഇത് ഞങ്ങൾ എന്തറിയോ പൊന്നോ ഡി ഇത് പ്രാങ്കല്ല. ഇത് അമ്മയോട് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞു. അമ്മ അടുത്ത് പറഞ്ഞു അമ്മ ഒന്ന് എവിടെ കരയുന്നെങ്കിൽ അമ്മാനോട് ഞാൻ വെറുതെ പറഞ്ഞു അമ്മ ഒന്ന് ഉടനെ കേട്ടത് മോട്ടറാക്കി കയറണം. അപ്പൊ അമ്മ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, 1-2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കടന്ന് കളിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മല്ലു ഫാമിലി വ്ളോഗിൻ്റെ സുജിനും ഭാര്യയും തമ്മിൽ പിരിഞ്ഞു എന്നുള്ള, ഡിവോഴ്സായി അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് പോകുന്നു എന്ന തരത്തിൽ ഒരു വാർത്ത. ഈ സുജിനും ഈ പൊന്നൂസ് എന്ന് പറയുന്ന കുട്ടിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ക്ലാരിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ പല കമൻറ്റുകളും വരുന്നുണ്ടായിരുന്നു. ഇവരിത് നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി അവർ റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഈ ഫേക്കാണ്, അതല്ലെങ്കിൽ ഇവർ റീച്ചിന് വേണ്ടി ഒരു കണ്ടൻറ്റായിട്ട് ഇപ്പം വന്നതാണ് എന്ന തരത്തിൽ ഒരുപാട് കമൻറ്റുകൾ പല ചാനലുകളുടെ പല വീഡിയോയുടെ അടിയിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടായിരിക്കണം ഇപ്പം ഈ സുജിൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ചാനൽ വഴി ഇതിനെല്ലാം ക്ലാരിറ്റി എന്നുകൊണ്ട് ഒരു മറുപടി പറയുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ആ ഒരു വീഡിയോ ആണ്. ആരും സ്കിപ്പ് അടിക്കല്ലേ, അവസാനം വരെ കാണുക. നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഫേസ്ബുക്കിൽ കാണുകയാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും എല്ലാം നൽകി മാക്സിമം സപ്പോർട്ട് തരിക. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഇത്ര വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ച ഒരാളല്ല. ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്ത് വരണം, അല്ലെങ്കിൽ ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് കാശ് ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ കുറേ കമൻസുകളും അല്ലെങ്കിൽ കുറേ വീഡിയോസുകളൊക്കെ കണ്ടു. അങ്ങനെ എനിക്കോ പൊന്നൂസിനോ ഒരു വീഡിയോസ് ഇട്ടിട്ട് ഒരു വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളതൊരു പോസ്റ്റിൽ ഒതുക്കിയത് ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ യൂട്യൂബിലും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതവിടെ നിർത്തിയത്. കാരണം നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടും വിവാദം ഉണ്ടാക്കിയിട്ടും മുന്നിൽ പോകാൻ താല്പര്യമില്ല. ഇതിന് മുന്നേ നമ്മളൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴും ഇതേപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ യൂട്യൂബിൻ്റെ അടിയിൽ പൊന്നൂസ് എവിടെയെന്ന് ചോദിച്ച കമൻസുകൾക്ക് ഞാൻ അന്ന് റിപ്ലൈ ആയിട്ടാണ് അന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ ആ സമയത്ത് അത് നിങ്ങൾ ഓരോരുത്തരാണ് അന്ന് അതൊരു പ്രാങ്ക് ആണെന്നും ഞാൻ പൊന്നൂസിനെ വീട്ടിൽ ഒളിപ്പിച്ചിട്ട് വീഡിയോ ചെയ്തതാണെന്നും ഒരാൾക്കാരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നത്തെ എൻ്റെ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പൊന്നൂസ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സീന് കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഞാൻ അന്ന് എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അവൾ എൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണെന്നും ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നിങ്ങൾ ഓരോരുത്തരാണ് അത് നെഗറ്റീവാക്കിയിട്ടും ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ട് കണ്ടൻറ് ഉണ്ടാക്കിയതാണെന്നും നിങ്ങൾ ഓരോരുത്തരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഒരേട്ടൻ അവളേനെ എൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വോയിസ് വേറെ കുറച്ച് യൂട്യൂബേഴ്സ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള കറക്റ്റ് മറുപടി ആ ഏട്ടനത് നുണ പറഞ്ഞതാണ് എന്നുള്ള വീഡിയോസ് പോലും കൂടി ഞാൻ എൻ്റെ ഈ ഒരു മല്ലു ഫാമിലി എന്നുള്ള ചാനലിൽ ഞാനന്ന് പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കാണാൻ ആർക്കും സമയം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒന്ന് നെഗറ്റീവിൻ്റെ പിന്നാലെയായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ യൂട്യൂബിൻ്റെ സംഗതി അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അങ്ങനെ യൂട്യൂബ് അത്ര ആക്റ്റീവ് അല്ല, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. എനിക്ക് വേറെയും കുറേ ചാനലുകളുണ്ട്. ആ എല്ലാ ചാനലുകളിലും മോണിറ്റേഷനും കാര്യങ്ങളെല്ലാം ഓഫ് ആയിട്ടുണ്ട്. ഞാൻ അതിലൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ പോസ്റ്റ് ആക്കുന്നില്ല. ഈ മല്ലു ഫാമിലി എന്നുള്ള ചാനലിൻ്റെ മോണിറ്റേഷൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോ റീൽസുകളും കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഒരു ചാനലിൽ അങ്ങനെ പോസ്റ്റ് ആക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്നാണല്ലോ എല്ലാത്തിനും തുടക്കം. അത് ഓട്ടോറിക്ഷക്കാരനായിട്ട് ഇരുന്ന് എന്നെ ഇവിടേക്ക് എത്തിച്ചത് ഈ ഒരു മല്ലു ഫാമിലി എന്നുള്ള ഈ ഒരു ചാനലിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മോണിറ്റേഷൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കും തലക്കും ഷോർട്സുകൾ പോസ്റ്റ് ആക്കുന്നത്. വ്ളോഗുകൾ അങ്ങനെ ഇടാറില്ല. ഇങ്ങനെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു തിരക്കും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് മുന്നിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വ്ളോഗിൻ്റെ ഒരു ഇതിപ്പോൾ ഇല്ല. ഓക്കെ, എന്തായാലും അതുകൊണ്ടാണ് ഞാനിതിൽ ഷോർട്സ് മാത്രം ഇടുന്നത്. വ്ളോഗും കാര്യങ്ങളൊന്നും ഇടാൻ ഒരു
പറഞ്ഞല്ലോ നമുക്ക് അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇതുമ്പോൾ തന്നെ പൈസ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പം ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ലൈഫ് വെച്ചിട്ട് ഇതിൽ കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ ചെയ്യുന്നില്ല വീഡിയോ. പക്ഷേ കുറേ ആൾക്കാർ നെഗറ്റീവായിട്ടും കമൻസ് ഇടുന്ന ആളുകളും ആയിരുന്നു അത് ഞാൻ പ്രാങ്ക് ചെയ്യാണ്, ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഇത് വെച്ചിട്ട് ഞാൻ അന്ന് വീഡിയോസ് ഉണ്ടാക്കാമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിനെപ്പറ്റി ചില ആൾക്കാർ പറയുന്നുണ്ട്. അവിടെ കഴിഞ്ഞോട്ട് എനിക്ക് അതിനെ പറ്റി പറയാൻ താല്പര്യമില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ എടുത്ത ഈ ഒരു ഡിസിഷന് റോങ് ആണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അന്ന് വീഡിയോസ് ഇട്ടപ്പോൾ പൊന്നൂസിൻ്റെ ഒരു തംബ്ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കണം അന്നത്തെ ഒരു ഇതിൽ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇതായി പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് കുറേ പേര് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്, പൊന്നൂസ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സത്യമായിട്ടും പറയാണ്, അങ്ങനെയൊന്നുമില്ല. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയണം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ഞങ്ങൾ 2 പേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ തമ്പലൈന് നമ്മളെല്ലാവരും കണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ ഈ പുള്ളിക്കാരൻ അന്ന് എന്ത് കണ്ടന്റിന് വേണ്ടി ആയാലും എന്ത് പ്രാങ്ക് ആയാലും അങ്ങനെയൊക്കെ തമ്പലൈൻ എഴുതിയിടുന്നത് നമുക്ക് യോജിക്കാൻ പറ്റിയ ഒരു കാര്യമില്ല. അത് വളരെ മോശപ്പെട്ട കാര്യം തന്നെ ആയിപ്പോയി അന്ന് അത് ചെയ്തത്. അപ്പോൾ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് റീച്ചിന് വേണ്ടി ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി വിടുക എന്നുള്ളത്. അത് സ്വന്തം കുടുംബത്തിൽ ജീവിക്കേണ്ടവരാണ് എന്നുള്ളത് മറന്നു പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തമ്പലൈൻ ഇട്ടുകൊണ്ട് ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ അതെടുത്ത് വെച്ചിട്ട് അത് പല രീതിയിലും വ്യാഖ്യാനിക്കും. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വരുമ്പം അതിനെ ദുർവ്യാഖ്യാനിച്ച് പല തരത്തിലേക്കും കൊണ്ടുപോകും. ഇനിയിപ്പോൾ ആ പെൺകുട്ടിയെ ഏത് തരത്തിലൊക്കെ ചിത്രീകരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒരു വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി പോർഷനോടെ കേൾക്കാം. ചിലർ പറയുന്നുണ്ട്, നിങ്ങൾ മറ്റേ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങലല്ലോ, ഒറ്റയടിക്ക് എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഏകദേശം 7 വർഷത്തോളമായി ഞങ്ങൾ കല്യാണം ചെയ്ത് ജീവിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അടി പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഒരുപാട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണൊക്കെ പോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ കാട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ള ആളുകൾ ഇപ്പോൾ നമുക്കെന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വശം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസാക്ക തച്ചു, പ്രശ്നങ്ങൾ, കേസ്, കോടതി, വഴക്കുകൾ ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാൻ അവളും പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാം എന്ന്. അപ്പോൾ പിന്നെ പണ്ടുള്ള തൊണ്ടയ്ക്ക് ചെറിയൊരു ഇതുണ്ട്, ഞാൻ ഒന്ന് പുറത്ത് പോയി ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അവിടെ ഉള്ള ഇതാണ്. അപ്പോൾ നമ്മളങ്ങനെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് പിരിയാന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നിങ്ങളെ അറിയിക്കില്ലായിരുന്നു. പക്ഷേ ഞാനും പൊന്നൂസും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രം അത് നിങ്ങളെന്നെ ഒരു പോസ്റ്റിലൂടെ മാത്രം അറിയിച്ചു. ഓക്കെ, അല്ലാണ്ട് നമ്മളതൊരു കണ്ടന്റ് ആക്കിയിട്ട് ഉപയോഗിക്കാനോ അവൾ വേറെ വീഡിയോ ഇടാനോ ഞാൻ വീഡിയോസ് ഇടാനോ ഒന്നും ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഒരുപോലെ തന്നെ ഒരു പോസ്റ്റ് രണ്ടാളും എഴുതിയിട്ടു, അത്രേ ഉള്ളൂ. പക്ഷേ ആ പോസ്റ്റ് ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് വീഡിയോസുകളും ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ അതിൽ അവളെ തന്നെ മോശക്കാരിയാക്കിയിട്ട് മറ്റേ കുറേ വീഡിയോസുകളുടെ ഇതും അതുപോലെ തന്നെ കമൻസുകളൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ അതിൽ ഞാൻ പറഞ്ഞേക്കാൾ കൂടുതൽ വേറെ ആരും ലോകത്ത് പറയേണ്ടായിരിക്കില്ല. കാരണം ഞാൻ തന്നെ പറയുന്നത്, ഒരിക്കലും അവളൊരു മോശക്കാരിയോ അങ്ങനെയൊന്നുമല്ല. അത് അന്ന് എൻ്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടാണ് അന്ന് അങ്ങനെ ഒരു അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഒരുപാട് കമൻസുകൾ അന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, അതെൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരിക്കലും നിങ്ങളാരും അവളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പിരിയാന്നുള്ള സംഗതി എടുത്തു, അത് നിങ്ങളെ അറിയിച്ചു. അപ്പോൾ പുള്ളിയുടെ സൈഡ് കേട്ടല്ലോ. പുള്ളി കാരണം അന്നിട്ട് ആ ഒരു ക്യാപ്ഷൻ്റെ കാരണത്താൽ ഇന്ന് വിഷമമുണ്ട്. കാര്യം ഇപ്പോൾ ഇവർ ഡിവോഴ്സായി എന്നാണ് പുള്ളി പറയുന്നത്. 3-4 മാസമായിട്ട് രണ്ടുപേരും അവരവരുടെ വീട്ടുകളിലാണ് എന്നുള്ളതാണ്. അപ്പം പിന്നെ അന്നിട്ട് ആ ഒരു ക്യാപ്ഷൻ്റെ പേരിൽ ഇപ്പോഴും ക്രൂശിക്കപ്പെടുന്നു ആ സ്ത്രീ എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ പിന്നെ വിഷമകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ മക്കളുടെ കാര്യമാണ്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം എന്തായാലും എന്ത് ചെയ്യാനൊക്കും. ഇതിപ്പോൾ ഒരുമിച്ച് പോകുന്നത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്ന സാഹചര്യമാണെങ്കിൽ പിരിയുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും ഇതൊരു ഒറ്റ മൈൻഡിൽ ആൾക്കാരെടുക്കുന്ന തീരുമാനമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ബന്ധം വേർപ്പെടുത്തുക എന്നുള്ളത്. അത് സിനിമയിലൊക്കെ പോസിബിൾ ആയിരിക്കും, നമ്മുടെ ജീവിതത്തിലാവുമ്പോൾ അത് പലകുറി ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും തന്നെ ആയിരിക്കും അവർ ഈ ഒരു തീരുമാനം എടുത്തത്. എന്തായാലും അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, അവരുടെ അഭിപ്രായമാണ്, അവരുടെ ജീവിതമാണ്. അവരതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഉചിതമായ നടപടി കൈക്കൊള്ളട്ടെ. എന്തായാലും ഈ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമുക്ക് വേറൊരു വീഡിയോ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക്